ഇന്ത്യക്കെതിരെ കർശന നടപടിയുമായി അമേരിക്ക ഇന്ത്യക്ക് 25% താരിഫ് കൂടി പ്രഖ്യാപിച്ചു. തീരുവ നാളെ മുതൽ നിലവിൽ വരുന്നതിനിടെയാണ് 25% കൂടി കൂട്ടിയുള്ള ട്രംപിന്റെ നടപടി. വിവരങ്ങളുമായി MS ബനേഷ് ചേരുന്നു. MS ബനേഷ്, വിവരങ്ങൾ. ഇന്ത്യക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അർദ്ധ സെഞ്ചുറി പ്രഹരം തീരുവ കൊണ്ട് എന്നാണ് ഈ വാർത്തയെ വിശേഷിപ്പിക്കാൻ കഴിയുക. 50% പകരം തീരുവ ചുമത്തിയിരിക്കുന്നു എന്നുള്ള സുപ്രധാനമായിട്ടുള്ള വിവരം. ഈ 50% എന്ന് പറയുന്നത് നേരത്തെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിലുള്ള പ്രതികാര നടപടിയായിട്ട്, പ്രകോപന നടപടിയായിട്ട് 25% തീരുവ ചുമത്തിയിരുന്നു. ആ 25% തീരുവ ചുമത്തിയത് നാളെ നിലവിൽ വരാനിരിക്കെ ആണ്. അതുകൊണ്ടും അമർഷം സഹിക്കാതെ 25% വീണ്ടും ചേർത്തുകൊണ്ട് 50%, അതായത് നേരെ ഇരട്ടിയാക്കിക്കൊണ്ട് ഇന്ത്യയുടെ മേലുള്ള ഇരട്ട പ്രഹരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ഇത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലുള്ള ആദ്യ പ്രകോപനത്തിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് ഇതിനെ കാണേണ്ടത്. അപ്പോൾ നാളെ 50% എന്നുള്ള നിലയ്ക്ക് ആ പകരം തീരുവ ചുമത്തിയിരിക്കുന്നത് നിലവിൽ വരാൻ പോകുന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ ഈ തീരുവ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ അർത്ഥം ഇന്ത്യയെ തെരഞ്ഞു പിടിച്ച് ഈ തീരുവയുടെ പ്രഹരം 50% ഉയർത്തിയിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന നടപടി അടക്കമുള്ള കാര്യങ്ങളിലുള്ള എതിർപ്പ് പല ഘട്ടങ്ങളിലായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് പരസ്യമായിട്ടും അമേരിക്കയിലെ മറ്റ് പ്രധാനപ്പെട്ട ഭരണ നേതാക്കളിലൂടെ അറിയിച്ചിട്ടും ഇന്ത്യ അതിനെ വില കൽപ്പിക്കാത്തതിൻ്റെ പ്രതിഷേധമായിട്ടും പ്രകോപനമായിട്ടും ഇതിനെ കാണാൻ കഴിയും. ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇത് അടുത്ത ദിവസങ്ങളിൽ കയറ്റുമതി രംഗത്ത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കേരളമടക്കമുള്ള നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് അമേരിക്കയിലേക്ക് പോകുന്ന ചെമ്മീൻ കയറ്റുമതി അടക്കമുള്ള കാര്യങ്ങളുടെ വലിയ തടസ്സമായിട്ട് ഇത് മാറുകയും ചെയ്യുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ട്. ഇന്ത്യയുടെ മേൽ അമേരിക്ക ചുമത്തുന്ന പകരം തീരുവയുടെ ചരിത്രപരമായ കണക്കുകൾ പരിശോധിച്ചാൽ ഈ 50% എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള, ചരിത്രപരമായിട്ട് ഏറ്റവും ഉയർന്നിട്ടുള്ള പകരം തീരുവയാണ് എന്നുള്ളതാണ്. ഒപ്പം യൂറോപ്യൻ രാജ്യങ്ങൾ, ജർമ്മനി അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട് എന്നിരിക്കെ അത്തരം രാജ്യങ്ങളെ ഒന്നും ഒരു തരത്തിലും തീരുവ കൂട്ടി ശല്യപ്പെടുത്താതെ ഇന്ത്യയെ മാത്രം തെരഞ്ഞു പിടിച്ച് ചെയ്യുന്ന കൃത്യമായിട്ടുള്ളൊരു നടപടി എന്നുള്ള നിലയ്ക്കാണ് ഈ വാർത്തയെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ കൂടി നമ്മൾക്ക് നൽകാൻ കഴിയും. ആ കണക്കുകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഇനം തിരിച്ചുള്ള കണക്കുകളാണ്. ഏതൊക്കെ രാജ്യങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള തീരുവയാണ് അമേരിക്ക ചുമത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഇന്ത്യയുടേതാണ്. ഇപ്പോൾ സ്ലോവാക്യയെ സംബന്ധിച്ചിട്ട് 2.15% മാത്രമേ തീരുവ ചുമത്തിയിട്ടുള്ളൂ. ജപ്പാൻ്റെ മേൽ 3.45% തീരുവ ചുമത്തിയിട്ടുള്ളൂ. ഫിൻലൻഡിൻ്റെ മേൽ 3.69% അമേരിക്ക തീരുവ ചുമത്തിയിട്ടുള്ളൂ. ദക്ഷിണ കൊറിയയുടെ മുകളിൽ 5.32%, ബെലാറസിൽ 5.66%, ഇറ്റലിയിൽ 6.25%, പോളണ്ടിൽ ഒരക്ഷരം മിണ്ടിപ്പോകരുത് എന്ന് കേരളത്തിൽ പലപ്പോഴും പറയപ്പെടാറില്ല. പോളണ്ടിൻ്റെ മുകളിൽ പോലും അമേരിക്ക ചുമത്തിയിട്ടുള്ളത് 6.82% മാത്രമാണ്. അങ്ങനെ ഇരിക്കെയാണ് 50% പകരം തീരുവ ഇന്ത്യയുടെ മേൽ ചുമത്തിയിരിക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, മറുഭാഗത്ത് അമേരിക്കയ്ക്ക് ഒരു കാരണവശാലും ഇന്ത്യ സൗഹൃദമുണ്ടാക്കാൻ ആഗ്രഹിക്കരുത് എന്നാഗ്രഹിക്കുന്ന ചൈനയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 തീയതികളിൽ സന്ദർശനം നടത്താൻ പോകുന്നു എന്നുള്ള വാർത്ത വരുന്നതിൻ്റെ പിറകെ കൂടിയാണ് ഈ 50% പകരം തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള വാർത്തയും ഇതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. വൃന്ദ, ശരി. ഇന്ത്യക്കെതിരെ കർശന നടപടിയുമായി അമേരിക്ക ഇന്ത്യക്ക് 25% താരിഫ് കൂടി പ്രഖ്യാപിച്ചു. തീരുവ നാളെ മുതൽ നിലവിൽ വരുന്നതിനിടെയാണ് 25% കൂടി കൂട്ടിയുള്ള ട്രംപിന്റെ നടപടി. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു MS ബനേഷ്.